എല്ലാവർക്കും നമസ്കാരം. ക്രിയാവിഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ക്രിയയെ അർത്ഥം പ്രമാണിച്ച് സകർമ്മകം അകർമ്മകം, പ്രകൃതി പ്രമാണിച്ച് കേവലം പ്രയോജകം, രൂപം പ്രമാണിച്ച് കാരിതം അകാരിതം, പ്രാധാന്യം പ്രമാണിച്ച് മുറ്റുവിന പറ്റുവിന എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ പറയാൻ ബാക്കി മുറ്റുവിനയും പറ്റുവിനയുമാണ്. അതെന്താണെന്ന് നോക്കാം. ആദ്യം മുറ്റുവിന നോക്കാം. ഈ മുറ്റുവിന ആൾ ചില്ലറക്കാരനല്ല കേട്ടോ. ഒരു പദത്തിനും കീഴടങ്ങാതെ സ്വതന്ത്രമായി നിൽക്കുന്ന കൃതിയാണ് മുറ്റുവിന. മുറ്റി നിൽക്കുന്നത്, ഒരാൾക്കും കീഴടങ്ങാതെ സ്വതന്ത്രമായി നിൽക്കുന്ന കൃതിയാണ് മുറ്റുവിന. ഈ മുറ്റുവിനയ്ക്ക് കേരള പാണിനി പറയുന്ന പേരെന്താണെന്നറിയോ? കരോതി കൃതി. സെറ്റ് നെറ്റ് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അത് ഓർത്ത് വെക്കണേ. അടുത്തത് പറ്റുവിന. ഇയാൾ പേര് പോലെ തന്നെയാണ്, എന്തിനെങ്കിലും പറ്റിയിട്ടേ എപ്പോഴും നിൽക്കൂ, സ്വതന്ത്രമായി നിലനിൽക്കില്ല. അങ്ങനെ അപൂർണക്രിയയായ പറ്റുവിനയ്ക്ക് കേരള പാണിനി പറയുന്ന പേരെന്താണെന്നറിയോ? കുർവത് കൃതി. മറ്റു പദങ്ങൾക്ക് കീഴടങ്ങി നിൽക്കുന്ന കൃതിയാണ് പറ്റുവിന. ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. നോക്കാം ഉദാഹരണം. ചെയ്യുന്നു ചെയ്യുന്ന, പോകുന്നു പോകുന്ന, വിളിച്ചു വിളിച്ച. ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഏതാണ് സ്വതന്ത്രമായി നിൽക്കുന്നതെന്നും ഏതാണ് പറ്റി നിൽക്കുന്നതെന്നും? ഈ പറ്റുവിന എന്തിൻ്റെയെങ്കിലും പേരിനോടാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പേരച്ചം. ഈ പറ്റുവിന ക്രിയയോടാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് വിനയച്ചം. അത് എളുപ്പം ഓർക്കാൻ പറ്റും. നാമത്തോട് ചേർന്ന് നിൽക്കുന്നത് നാമത്തിൻ്റെ പേരാണ് പേര് എന്ന് പറയലില്ലേ, പേരച്ചം. ക്രിയയുടെ മറ്റൊരു പേരാണ് വിന. അപ്പോൾ പറ്റുവിന ക്രിയയോട് ചേരുമ്പോൾ വിനയച്ചം. ഒരു കാര്യം ചെയ്യാം. പെറ്റ എന്ന അപൂർണ ക്രിയ എടുത്തിട്ട് നമുക്കൊരു നാമത്തിൻ്റെ കൂടെ ചേർത്തിട്ട് പേരച്ചുണ്ടാക്കി നോക്കാം. ഒരു ക്രിയയുടെ കൂടെ ചേർത്തിട്ട് വിനയച്ചുണ്ടാക്കി നോക്കാം. ഒരു കടലാസ് പേപ്പർ എടുത്തിട്ട് എഴുതണേ, എന്നാലേ സംഭവം മനസ്സിലാവുള്ളൂ. എഴുതുക. പെറ്റമ്മ, പെറ്റ് വളർത്തി. എന്നിട്ട് നോക്കിയാട്ടെ, ഈ പെറ്റ എന്ന അപൂർണ ക്രിയ അമ്മ എന്ന നാമത്തിനോട് ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? പേരച്ചുണ്ടാകുന്നു. ഈ പെറ്റ എന്ന അപൂർണ ക്രിയ വളർത്തുക എന്ന ക്രിയയോട് ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? വിനയച്ചുണ്ടാകുന്നു. ഇപ്പോൾ വ്യക്തമായില്ലേ? ഒന്നും കൂടി നോക്കാം. ചെയ്ത യാത്ര കേട്ടറിഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാട്ടെ. ചെയ്ത യാത്ര, യാത്ര എന്ന നാമത്തോട് ചേരുമ്പോൾ അത് പേരച്ചം. കേട്ടറിഞ്ഞു, അറിയുക എന്ന ക്രിയയോട് ചേരുമ്പോൾ അത് വിനയച്ചം. ഒന്നുകൂടി നോക്കാം. കണ്ട കാഴ്ച ഏതിലാ വരിക? പേരച്ചാണോ വിനയച്ചാണോ? കാഴ്ച എന്ന നാമത്തോടാണ് കണ്ട എന്ന അപൂർണക്രിയയായ പറ്റുവിന ചേരുന്നത്. അപ്പോൾ നാമത്തോട് ചേരുമ്പോൾ പേരച്ചം. ഇനി ഒരു ചോദ്യം നിങ്ങൾക്ക് തരാം. അവൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു. ഇതിൽ മുറ്റുവിനയ്ക്ക് ഉദാഹരണം ഏതാണ്? കേരള പാണിനീയത്തിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുറ്റുവിനയിൽ ആ എന്ന പ്രത്യയം കൂട്ടിച്ചേർത്തിട്ട് അതിനെ പേരച്ചമാക്കാമെന്ന്. പോകുന്നു, അത് പൂർണ്ണക്രിയയല്ലേ, അപ്പോൾ മുറ്റുവിന. പ്ലസ് ആ, പോകുന്ന. പോകുന്ന എന്ന് വരുമ്പോൾ അത് അപൂർണ ക്രിയ ആയില്ലേ. പോകുന്ന വണ്ടി എന്ന് പറയുമ്പോൾ പേരിനോട്, വണ്ടി എന്ന പേരിനോട് ചേരുമ്പോൾ അത് പേരച്ചമായോ? അതുപോലെ തന്നെ ഒരു ചേർത്തിട്ടും നമുക്ക് പേരച്ചമാക്കാം. പോകുന്നൊരു വണ്ടി, വരുന്നൊരു വണ്ടി. അപൂർണക്രിയ പേരിനോട് ചേരുമ്പോൾ പേരച്ചമെന്നും അപൂർണക്രിയ ക്രിയയോട് ചേരുമ്പോൾ വിനയച്ചമാണ് എന്നും ഓർത്താൽ തന്നെ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും. അങ്ങനെ ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന പറ്റുവിന അഥവാ വിനയച്ചത്തെ വീണ്ടും 5ആയി തരംതിരിച്ചിട്ടുണ്ട്. മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. ഇനി നമുക്ക് അതാണ് നോക്കാനുള്ളത്. ഒന്നാമത്തത് മുൻവിനയച്ചം. ആ പേരൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. വിന എന്ന് പറയുന്നത് എന്താ? ക്രിയ. എച്ചം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിച്ചേർക്കുന്നത്. മുൻവിനയച്ചം, മുന്നിൽ കൂട്ടിച്ചേർക്കുന്നത്. ഇവിടെ അപൂർണക്രിയയുടെ വ്യാപാരമായിരിക്കും ആദ്യം സംഭവിക്കുന്നത്. ഉദാഹരണം നോക്കാം. വന്ന് കണ്ടു, വിളിച്ച് തന്നു, ചെന്ന് പറഞ്ഞു, കണ്ട് എഴുതി. ഇവിടെ കണ്ടു, തന്നു, പറഞ്ഞു, എഴുതി ഇതൊക്കെ പൂർണ്ണക്രിയയാണ്. ഈ പൂർണ്ണക്രിയ നടക്കുന്നതിന് മുന്നേയാണ് അപൂർണക്രിയ നടക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കുക. വന്ന് കണ്ടു, ആദ്യം വരണം എന്നാലേ നമുക്ക് കാണാൻ പറ്റൂ. വിളിച്ച് തന്നു, ആദ്യം വിളിക്കണം എന്നാലേ തരാൻ പറ്റൂ. ചെന്ന് പറഞ്ഞു, ആദ്യം ചെല്ലണം എന്നിട്ടാണ് നമ്മൾ പറയുക. കണ്ട് എഴുതി, ആദ്യം കാണണം എന്നിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപൂർണക്രിയയുടെ വ്യാപാരമാണ് ഇവിടെ ആദ്യം സംഭവിക്കുന്നത്. അപ്പോൾ അപൂർണക്രിയയുടെ വ്യാപാരം ആദ്യം സംഭവിക്കുന്നതാണ് മുൻവിനയച്ചം. ഇനി വേറെ ഉദാഹരണം നോക്കാം. ഉറങ്ങാൻ കിടന്നു, കുളിക്കാൻ പോയി, കാണാൻ വന്നു. ഇവിടെ ആൻ എന്ന പ്രത്യയം ചേർത്തിട്ട് കണ്ടോ? ഇതാണ് പിൻവിനയച്ചം. ശരിക്കും പറഞ്ഞാൽ വിശേഷക്രിയയിലെ കാലത്തിനു ശേഷം നടക്കുന്ന ക്രിയയെ സൂചിപ്പിക്കുന്നത് പിൻവിനയച്ചം. നിങ്ങൾ അതൊന്നും ഡെഫിനിഷനൊന്നും നോക്കണ്ട. ആൻ എന്ന പ്രത്യയം ഉണ്ടോ എങ്കിൽ അത് പിൻവിനയച്ചം. അടുത്തത് നടുവിനയച്ചം. കാലഭേദമില്ലാത്ത കേവല ക്രിയയെ കാണിക്കുന്ന
വിനയച്ചമാണ് നടുവിനയച്ചം. നടുവിനയച്ചത്തെ നമുക്ക് എങ്ങനെ എളുപ്പം മനസ്സിലാക്കാമെന്നറിയോ? ആ, ക, ഉക ചേർത്താൽ അത് നടുവിനയച്ചമായി. ഭൂതം, ഭാവി, വർത്തമാനം ഒന്നുമില്ലാതെ, കാലഭേദമില്ലാതെ നടുക്ക് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് നടുവിനയച്ചം എന്ന പേര് വന്നത്. പറക ചെന്നു, ചെയ്യുക പോയി, കാണുക വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭാഷയിൽ ഈ നടുവിനയച്ചം ഉപയോഗിക്കാറില്ല. അടുത്തത് പാക്ഷിക വിനയച്ചം. ഒരു ക്രിയ സംഭവിക്കുന്ന പക്ഷം മറ്റൊരു ക്രിയ സംഭവിക്കാമെന്ന് കാണിക്കുന്നു. ഉദാഹരണം നോക്കാം. പഠിച്ചാൽ ജയിക്കാം, കാണുകിൽ പറയാം, മഴ പെയ്താൽ ചൂടുമാറും, ആകിൽ, എങ്കിൽ മുതലായ ഘടകപദങ്ങളും ഈ അർത്ഥത്തിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യയങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പാക്ഷിക വിനയച്ചം ഏതാണെന്ന് വേഗം പിടികിട്ടും. ആൽ, കിൽ, ഉകിൽ ഒക്കെയാണ് പാക്ഷിക വിനയച്ചത്തിൻ്റെ പ്രത്യയങ്ങൾ. പാക്ഷിക വിനയച്ചത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സംഭാവക വിനയച്ചം. അടുത്തത് തൻവിനയച്ചം. പാക്ഷിക വിനയച്ചത്തിനോട് വളരെയധികം സാദൃശ്യമുള്ള ക്രിയാരൂപമാണ് തൻവിനയച്ചം. അതായത് ഒരു വസ്തുവോ വ്യക്തിയോ ഒരു വിധത്തിലിരിക്കുമ്പോൾ മറ്റൊരു വിധത്തിൽ മറ്റൊരു കാര്യം സംഭവിക്കുന്നു എന്ന വിധമുള്ള പ്രയോഗമാണ് തൻവിനയച്ചം. ഉദാഹരണം നോക്കാം. കാണവേ അറിഞ്ഞു, ഇരിക്കവേ ഒടിഞ്ഞു. അപ്പോൾ 5 വിധമുള്ള വിനയച്ചങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. വിനയച്ചം പഠിക്കുവാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യയങ്ങൾ ഓർത്തിരിക്കുക എന്ന് തന്നെയാണ്. അതിൽ മുൻവിനയച്ചത്തിൽ മാത്രമേ പ്രത്യയങ്ങൾ വരാതുള്ളൂ. മുൻവിനയച്ചം വരുമ്പോൾ അപൂർണ ക്രിയ ആദ്യം സംഭവിക്കും എന്ന് ഓർത്തു വെക്കുക. ഉദാഹരണം, വന്ന്, കണ്ടു. രണ്ടാമത്തത് പിൻവിനയച്ചം. അത് പിന്നാൻ, പിന്നാൻ എന്ന് ഓർത്ത് പഠിക്കുക. അതായത് അതിൻ്റെ പ്രത്യയം വരുന്നത് ആനാണ്. എടുക്കാൻ പോയി, കുളിക്കാൻ പോയി. അതാണ് പിന്നാൻ, പിന്നാൻ എന്ന് ഓർത്ത് പഠിക്കാൻ പറഞ്ഞത്. നടുവിനയച്ചം പഠിക്കാനുള്ള കോഡ് എന്താണെന്നറിയോ? നടുക വേണം എന്നാലോചിച്ചാൽ മതി. നടുക, ആ, ക, ഉക ആണ് നടുവിനയച്ചത്തിൻ്റെ പ്രത്യയമായി വരുന്നത്. അടുത്തത് പാക്ഷിക വിനയച്ചം. അതിന് പക്ഷേങ്കിൽ എന്നാലോചിച്ചാൽ മതി. ഇൽ, കിൽ, ഉകിൽ, ആൽ ഒക്കെയാണ് അതിൻ്റെ പ്രത്യയമായി വരുന്നത്. ഇനി അവസാനത്തത് തൻവിനയച്ചം. തന്നെവേ എന്നാലോചിക്കുക. ഏ, അവയാണ് അതിൻ്റെ പ്രത്യയമായി വരുന്നത്. അപ്പോൾ മുറ്റുവിനെയും പറ്റുവിനെയും ഒക്കെ നമ്മൾ പറഞ്ഞു, വിനയച്ചങ്ങളൊക്കെ പറഞ്ഞു. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി.